ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശൂനോയ നോമ്പിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് മാതാവിൻ്റെ ജീവിതത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനപൂർവം നമുക്ക് ധ്യാനിക്കാം. ഞങ്ങളുടെ ഗുരുവായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറയുന്നത്, വിശുദ്ധ ദൈവമാതാവിൻ്റെ യഥാർത്ഥ ഭാഗ്യം വിധി നിർണായകമായ ദൈവവചനം കേൾക്കുകയും അവയെ ഹൃദയത്തിൽ സംഭരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വചനം ഗബ്രിയേൽ മാലാഖയിൽ കൂടി വന്നപ്പോൾ അത് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധ കന്യക സന്നിധയായി എന്നുള്ളതാണ് വിശുദ്ധ മറിയാമിൻ്റെ മഹാഭാഗ്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 11:28 Happy are those who hear the word of God and obey it. വിശുദ്ധ ലൂക്കോസ് 2:51 His mother treasured all these things in her heart. പരിശുദ്ധ ദൈവമാതാവ് ബഥേൽ ആയി ദൈവത്തിൻ്റെ ഭവനമായി തീർന്നു. ഈ ബഥേൽ എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് The book of Genesis chapter 28:12. യാക്കോബ് ഏകനായി, നിരാശിതനായി, തളർന്ന് ഏകാന്ത സ്ഥലത്ത് ഒരു കല്ല് തലയിണയായിട്ട് വെച്ച് കിടന്നുറങ്ങി. യാക്കോബ് ദർശനം കണ്ടു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഗോവേണി. സ്വർഗത്തിൽ ദൈവം ഇരിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങുകയും സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്യുന്ന ആ ദർശനം. യാക്കോബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് ഏറ്റുപറയുകയും ആ കല്ലിന്മേൽ എണ്ണ ഒഴിച്ച് അതവിടെ നാട്ടുകയും ചെയ്തു. ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ദൈവഭവനം അല്ലെ ഹൗസ് ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് പ്രോബബ്ലി ദ ഫസ്റ്റ് ചർച്ച്. The God of Abraham and Isaac met Jacob, and it was a life-changing experience. യോഹന്നാന്റെ സുവിശേഷം 1:51 കർത്താവ് നഥാനയേലിനോട് പറയുന്നുണ്ട്, സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗദൂതന്മാർ മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറയുന്നുണ്ട്. യു വിൽ സീ ഹെവൻ ഓപ്പൺ ആൻഡ് ഗോഡ്സ് ഏഞ്ചൽ ഗോയിങ് അപ്പ് ആൻഡ് കമ്മിങ് ഡൗൺ ഓൺ ദ സൺ ഓഫ് മാൻ. ഈ ദൈവം യോഹന്നാന്റെ സുവിശേഷം 1:14 This God dwelt with man. ദൈവം മനുഷ്യരോടൊപ്പം വസിച്ചു. അപ്പോൾ യേശു ക്രിസ്തു ആണ് ഈ സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദ ലാഡർ. സെന്റ് ജോൺ ചാപ്റ്റർ 14:6 കർത്താവ് പറയുന്നുണ്ട്, I am the way, I am the truth, I am the life. No one goes to the Father except by me. Genesis 28:15 God promises Jacob, I am with thee എന്നേക്കുമായിട്ട്. And this is a promise that is fulfilled. Psalms 139:7
God is everywhere. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിപൂർണ സമർപ്പണം ചെയ്യാത്തൊരു ജീവിതമായിരുന്നു. എന്നാൽ ദൈവം യാക്കോബിനെ പൂർണ്ണ സമർപ്പണത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ലാബാന്റെ ഭവനത്തിലുള്ള കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെയും അവസാനം ജാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ജെനസിസ് 32:24 Jacob wrestles with God, and when he was finally defeated and helpless, he clings to God and says, I will never let you go unless you bless me. Jacob confesses his name, God blesses him and changed his name to Israel. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് കർത്താവിൻ്റെ വചനത്തിന്, കർത്താവിൻ്റെ വിളിക്ക് യെസ് ലോർഡ് ഐ ആം റെഡി എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം. The disciples of Jesus Christ 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്നെങ്കിലും they were bitter and quarrelsome. എന്നാൽ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ ശേഷം ഉയർപ്പും സ്വർഗാരോഹണ പെരുന്നാളിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് വരാതെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേതൃത്വത്തിൽ ഒരേ ആത്മാവിലും പ്രാർത്ഥനയിലും 10 ദിവസം അവർ കഴിച്ചുകൂട്ടി. Now they were tuned to God and there was a single note of worship. Rather than being one with everyone, we have to be in tune with God. ഏകദേശം 120 ശിഷ്യന്മാർ they were filled with the Holy Spirit. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. There was a great noise from the sky like a strong wind blowing filled the place, and tongues of fire spread out and touched each person's there. They were all filled with the Holy Spirit, and the Holy Spirit was in charge. No one disturbed. The wondrous work of God transformed 3,000 people to say yes to God. This was the unfolding of Genesis 28 Bethel. Heaven was open. The voice of God was heard. There were angelic activities. It all happened because of the act of obedience. If you are obedient to God, God will recognize the word you speak, for they originate from God. Mother Mary was obedient. The apostles and disciples were obedient, and they are a blessing to the world. Again we see, when it was time for Prophet Elijah to be taken up to heaven, his successor Elisha desired
a double portion of anointing. Elijah said, "It is something which I cannot do, but if you see me being taken up in the chariot of fire, you will certainly receive it." Elisha saw the chariot of fire, but his focus was not on the chariot of fire. He was not disturbed by the excitement of seeing the chariot of fire and Elijah being taken up to heaven. He was focused on his getting the double portion of anointing. Today we are disturbed by the wonders of this world, emotions and miracles. We are called to do greater things than Jesus Christ. St. John chapter 14 verse 12 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവും അവൻ ചെയ്യും. The return of Christ is beyond doubt, but our return to Christ is very important. Can we break the addictions in the family, the church, the society? Can we be tuned to God and just obey God as the Blessed Mother said? Do what He tells. Pray well, fast well, be more obedient. We should always remember, we won't worship in church what we don't worship in private. Our yes to God in private, like the Blessed Mother, will become an yes in public. Then it will bring the change. The promise of God will take effect. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറയുന്നത് ഇതാണ് സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം. സുവിശേഷമാകുന്ന ദിവ്യവചനത്തെ നാം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നത് മൂലം യഥാർത്ഥ ദിവ്യവചനമായ യേശുമശിഹ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നു പരിശുദ്ധ കുർബാനയിൽ കൂടി. ദിസ് എക്സ്പീരിയൻസ് of Blessed Saint Mary is the beginning of the church. So the church is the body of Christ. We cannot separate Christ, the church and the Blessed Mother. ഇതാണ് വിശുദ്ധ സഭ വിശുദ്ധ മറിയാമിന് നൽകുന്ന അതുല്യ സ്ഥാനത്തിന്റെ അടിസ്ഥാനം. The obedience begins with love for God and faith in His character. Christians have a duty, according to the commandment of the Lord, to become holy and perfect by obedience. Perfection and holiness are first carved deep in the soul of the Christian, and from there they are printed in his words, in his actions. So the grace of God, who exists in the soul, pours out into all external character. The Christian must be good to all, his words and works, to breathe the grace of the Holy Spirit who dwells in his soul, so that his Christian state may be witnessed and the name of God be praised. Lord, seeking the intercession of the Holy Theotokos, I lay my life in your hands. For the hope of Christian calling is precious beyond measure. We
We walk towards a glory we can't rightly imagine. Ephesians chapter 4 verses 1 to 6. Holding fast to the one constant, the faithfulness in Christ. His grace is sufficient for us. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പൂർവ്വപിതാക്കന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ പരിശുദ്ധ മാതാവിൻ്റെ ആ പൂർണ്ണ സമർപ്പണം, വചനത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ആ പ്രതികരണം കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഓരോ വിശ്വാസിക്കും പ്രാർത്ഥിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ ഇതെല്ലാം വിലയുള്ളതായി തീരുകയും അവർ അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി തീരുകയും ചെയ്യും. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹത്തിനും ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള പൂർണ്ണ വളർച്ചയ്ക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വവും ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളിൽ ഇറങ്ങി വസിക്കും. നമ്മളും ഒരു ബഥേലാവും, ദൈവത്തിൻ്റെ ഭവനമായി തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. മാതാവും പരിശുദ്ധന്മാരും